പടം വേണ്ട കുഴപ്പമില്ല പടം വേണ്ട പടം വേണ്ട പടം വേണ്ട ചേച്ചി പടം വേണ്ട പടം വേണ്ട പടം എങ്ങനെയുണ്ട് പടം കണ്ടോ പടം കണ്ട പടം കണ്ട പടം കണ്ട പടം കണ്ട സൂപ്പറാണ് ചേച്ചി പടം കണ്ട പടം കണ്ട് പടം കങ്കോ പോലെ അടിപൊളി പടം എങ്ങനെയുണ്ട് പടം പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ചേട്ടാ പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? സത്യം പറഞ്ഞാൽ കാർത്തിക് സുബ്രാജ് എന്ന ഡയറക്ടറിന് ഒറ്റ ഹോപ്പ് വെച്ച് കയറിയതുകൊണ്ട് ആ ഹോപ്പ് വെറുതെ ഇല്ല. അത്ര പറയാനുള്ളൂ. ഗംഭീരൻ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. കോമഡി വൈസ് അടിപൊളിയായിരുന്നു. 4 ജോജി സാറും ജയറാം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഒരു കാർത്തിക് സുബ്രാജ് പടം കണ്ടിറങ്ങിയ ആ ഒരു ടൈം കിട്ടിയില്ല. എനിക്ക് ഇമോഷണലി അധികം കണക്ട് ആയിരുന്നു. ചിലപ്പോൾ എൻ്റെ ആയിക്കോട്ടെ ജസ്റ്റ് എനിക്കൊരു ഓക്കെ മൂവി, ഒരു 1 day വാച്ച് മൂവി. എന്തായാലും കമ്പയർഡ് ടു പ്രീവിയസ് സൂര്യ മൂവി ഇത് നല്ല അടിപൊളിയായിരുന്നു. ജയറാമേട്ടൻ കോമഡി ഇതാണ്, പക്ഷെ നമ്മുടെ ജയറാമേട്ടൻ എനിക്ക് അങ്ങനത്തെ റോളിൽ കാണുമ്പോൾ ഒരു വിഷമം. ജോജു കിട്ടിയ റോൾ അടിപൊളിയായിരുന്നു കമ്പയർ ചെയ്തതാണ്. അപ്പം ഈ പടം കാണാൻ വരുന്ന പ്രേക്ഷകരോടൊക്കെ എന്താ പറയുന്നത്? എല്ലാവരും പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പേഴ്സണലി പടം ഭയങ്കര ഇഷ്ടമായത് എൻ്റെ സീനിനോട് മാത്രമല്ല, എനിക്ക് അല്ലെങ്കിലും ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും പറഞ്ഞല്ലോ, കയ്യിൽ ജസ്റ്റ് ഒരു ഫയർ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ചേട്ടാ പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ഒരു പടം എങ്ങനെ ചേട്ടാ പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ബ്രോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പടത്തിൻ്റെ കുറച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് കുറച്ചാണ് ഞാൻ വന്നത്. ഞാൻ വന്നപ്പോൾ എൻ്റെ സീനായിരുന്നു. അതുകൊണ്ട് സന്തോഷം മിസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും പെട്ടെന്നാണ് സപ്പോർട്ട്. സുൽസാറിനൊക്കെ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ പ്രൊമോഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ കൈ ഓക്കെ ആയോ? കൈ ഓക്കെ ആയി, കുഴപ്പമില്ല. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? സൂര്യ ഫാൻ മാത്രമല്ലല്ലോ ഈ സിനിമ ഫാൻസിന് സൂര്യ വേറെ ഗെറ്റപ്പിൽ കാണാമെന്നല്ലാതെ പടത്തിൽ അങ്ങനെ എടുത്തു പറയാൻ പിന്നെ മലയാളി ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ജോജുവാണെങ്കിൽ ജയറാം ഒരു കോമിക്കലായിട്ടുള്ള റോളാണ്, പക്ഷെ അദ്ദേഹത്തിന് കൊടുത്ത പറഞ്ഞ റോൾ അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നിയത്. പിന്നെ ജോജു സൂര്യൻ തമ്മിലുള്ള സീനുകളായിരുന്നു പടത്തിൻ്റെ ശരിക്കും വന്ന ലൈഫ്. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയാണ് തുടങ്ങിയത്, പക്ഷെ അതിൽ നിന്ന് കഥ മാറിപ്പോയിട്ട് ഇതിനൊരു വേറൊരു പാരലൽ വേൾഡിലേക്ക് വലിച്ചെടുക്കുന്നത് ശരിക്കും കഥയിൽ നിന്ന് പ്രേക്ഷകന് നടന്നു പോകുന്ന പോലെയാണ് ഫീല് തോന്നിയത്. പിന്നെ സ്നേഹത്തിന് വേണ്ടിയുള്ള അവരെ ഇങ്ങനെ അതിൽ ചിലപ്പോൾ കൈ പോലുള്ള കൊച്ചിനെ പോലുള്ള ഇതിലൊരു ലവർ അങ്ങനെയുള്ള ചില സീനുകൾ നമുക്ക് തീരെ കൺഫ്യൂസിങ് ആവാത്ത രീതിയിൽ വന്നു. മൊത്തത്തിൽ ഒരു ആവറേജ് ഫീൽ ചെയ്യുന്ന സൂര്യയുടെ ഫാൻസിന് കണ്ടിരിക്കാവുന്ന രീതിയിൽ സൂര്യയുടെ വലിയ ഗെറ്റപ്പുകൾ വന്നിരിക്കുന്ന സിനിമയായിട്ട് പല സീനുകളും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി പോകാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിൽ എലിവേറ്റ് ചെയ്ത് ടെക്നിക്കൽ സൈഡൊക്കെ ബ്രില്യൻ്റ് ആണ്, പക്ഷേ സ്റ്റോറി ടെല്ലിംഗ്